ഇന്നു മുതൽ 4 രാശിക്കാർക്ക് ശുക്രദശ തെളിയുകയാണ്. അതായത് സമ്പൂർണമായ രാശിഫലം എടുത്തു നോക്കുമ്പോൾ 12 രാശിക്കാരിൽ നിന്നും ഈ 4 രാശിക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ സമയമായിരിക്കും വരുവാൻ പോകുന്നത്. ശുക്രൻ ഉദിക്കുന്ന ഈ 4 രാശിക്കാരുടെയും ജീവിതത്തിൽ വരും ദിനങ്ങളിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും ഈ രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് എല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്ന 4 രാശിക്കാർക്കും ജീവിതത്തിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത്. അത് ഇനി നിങ്ങളുടെ മാനസികാവസ്ഥയുടെ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം മനസ്സിലേക്ക് എടുക്കുവാനായിരിക്കും ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ 4 രാശിക്കാർക്കും മാനസികമായ സന്തോഷവും ആത്മവിശ്വാസവുമെല്ലാം ഈ ഒരു കാലയളവിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യമായി ഇന്നു മുതൽ ജീവിതത്തിൽ ശുക്രദശ തെളിയുന്ന ആദ്യത്തെ രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ്റെ മാറ്റവും വളരെയധികം അനുകൂലമായി തന്നെയാണ് വരുന്നത്. ഈ ഒരു കാലയളവിൽ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ ചെയ്തു തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ആത്മവിശ്വാസത്തോടെ ആയിരിക്കും നിങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അതിൻ്റേതായ വിജയവും നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. അതുപോലെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള വരുമാനം വർദ്ധിക്കുന്ന തരത്തിൽ പുതിയതായി ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാനും അതെല്ലാം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഉയർച്ചയ്ക്ക് ഉതകുന്ന തരത്തിൽ വന്നു ഭവിക്കുവാനും ഇടയാകും. ചുരുക്കി പറഞ്ഞാൽ ശുക്രൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വരുന്ന ഉയർച്ചകൾ കൊണ്ട് തന്നെ തിരിച്ചറിയുവാൻ ചിങ്ങം രാശിക്കാർക്ക് ഇന്നു മുതലുള്ള 7 ദിവസത്തിനുള്ളിൽ ഭാഗ്യം ലഭിക്കും. രണ്ടാമതായി ഇന്നു മുതൽ ജീവിതത്തിൽ ശുക്രദശ തെളിയുന്ന രാശിക്കാർ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള ആളുകളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഗുണകരമായ കാര്യങ്ങളും ഈ ഒരാഴ്ച നടക്കുന്നതായിരിക്കും. പല സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു കാലമായിരിക്കും ശുക്രൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. സാമ്പത്തികമായ ഉയർച്ച മാത്രമല്ല, ധനുരാശിക്കാരായിട്ടുള്ള ആളുകളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കുവാനും സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനും നിങ്ങളാൽ കഴിയും. ഇനി ധനുരാശിക്കാരായിട്ടുള്ള മാതാപിതാക്കളോടാണ് എടുത്തു പറയുവാനുള്ളത്. നിങ്ങളുടെ മക്കൾ വളരെ കാലങ്ങളായി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിച്ചിരുന്നില്ല. അത്തരത്തിൽ ചില കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. ഇത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തതായി ഇന്നു മുതൽ ശുക്രദശ ആരംഭിക്കുന്ന 3ാമത്തെ രാശിക്കാർ കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാർക്ക് നിത്യജീവിതത്തിലും തൊഴിൽപരമായ മേഖലകളിലുമൊക്കെ വളരെയധികം ഉയർച്ചകളും നേട്ടങ്ങളുമൊക്കെ കൈവരിക്കുവാൻ ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ ഭാഗ്യം ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ മാത്രമല്ല, കൈവിട്ടു പോയെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇന്നു മുതൽ തുടങ്ങുന്നത്.
അത് ചിലപ്പോൾ ബന്ധങ്ങളാവാം, മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളുമാവാം. അതുപോലെ തന്നെ ആരോഗ്യപരമായി ചില പ്രശ്നങ്ങളൊക്കെ വളരെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ മെച്ചപ്പെട്ട തരത്തിലുള്ള ഒരു ആരോഗ്യസ്ഥിതി ഈ ഒരു കാലയളവിൽ കൈവരിക്കുവാൻ സാധിക്കും. ഇടവം രാശിക്കാർ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് മുതൽ തുടങ്ങുന്ന 7 ദിവസം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള ശുക്രദശയുടെ അനുഗ്രഹം അതീവ ശക്തമായിരിക്കും. അതായത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തിയിരുന്ന കടബാധ്യതകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം നേടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതിനാൽ തന്നെ മനസ്സമാധാനവും സന്തോഷവുമൊക്കെ വളരെയധികം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. ഇനി 4-മതായി ഇന്ന് മുതൽ ശുക്രദശ തെളിയുന്ന രാശിക്കാർ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് മുതലുള്ള 7 ദിവസം എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളവയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും വളരെ ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ വരുന്ന തരത്തിലുള്ള ഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ഥിരമായ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ശുക്രദശ ഭാഗ്യസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ജോലി കരസ്ഥമാക്കുവാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ നേടിയെടുക്കുവാനും ഭാഗ്യം ലഭിക്കും. അപ്പോൾ ഈ 4 രാശിക്കാരും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഫെബ്രുവരി മാസം 3-ാം തീയതി മുതലുള്ള 7 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അതീവ നിർണായകമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.